നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ ക്ഷണികമായിട്ടുള്ളൊരു ജീവിതമാണ്. ആ ഒരു ചെറിയ ജീവിതം വളരെ സന്തോഷപ്രദമായി ജീവിക്കണമെന്നാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി വിഷാദ രോഗത്തിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കുമൊക്കെ ധാരാളം ആൾക്കാർ വഴുതി വീഴുന്നുണ്ട്. എന്താണ് അവയ്ക്കുള്ള കാരണം? എങ്ങനെ നമുക്ക് അത്തരം അവസ്ഥകൾ ഒഴിവാക്കാം എന്നുള്ളതാണ് നാം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ മനുഷ്യനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത് മറ്റ് വ്യക്തികളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ്. അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. നാം മനുഷ്യരെ മനസ്സിലാക്കുന്നതിനകത്ത് നമുക്ക് ഭയങ്കരമായ തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അതിനുത്തരം നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഈ ജീവിതത്തിൽ ഇഷ്ടമുള്ളത് ആരെയാണ്? സ്വാഭാവികമായി ഈ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നമ്മളുടെ മനസ്സിൽ വരിക. ഭൂരിഭാഗം ആളുകളും പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, എനിക്ക് ഇഷ്ടം എൻ്റെ മക്കളെയാണ്, അച്ഛനെയാണ്, അമ്മയാണ്, സഹോദരങ്ങളെയാണ്, കൂട്ടുകാരിയാണ്, കാമുകനെയാണ്, കാമുകിയെയാണ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ആ ഉത്തരം കളവാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങൾ കാണുകയാണെങ്കിൽ നാം ആദ്യം നോക്കുന്നത് ആരെയാണ്? നമുക്കിഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെയോ അമ്മയോ അച്ഛനെയോ കാമുകനെയോ ഭാര്യയോ ഭർത്താവിനെയോ അല്ല നാം നോക്കുന്നത്. നാം ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മളെ തന്നെയാണ്. എൻ്റെ ചിരി, എൻ്റെ ഹെയർ സ്റ്റൈല്, എൻ്റെ നോട്ടം, ഇല്ലേ, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആദ്യം നാം ശ്രദ്ധിക്കുന്നത്. നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് നമ്മളെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കൂ. നാം എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ നാട്, എൻ്റെ രാജ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ ചേർത്തിട്ടല്ലേ പറയുന്നത്. എൻ്റെ കാറ്, എൻ്റെ വീട്. ഞാനുമായി മറ്റു വസ്തുക്കളെ, വ്യക്തികളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അവയോടൊക്കെ എനിക്കിഷ്ടം വരുന്നത്. അതായത് മനുഷ്യന്റെ സൈക്കോളജി അതാണ്. നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റു മനുഷ്യർ നിൽക്കുന്നത് കൊണ്ടാണ് നാം അവരെ ഇഷ്ടപ്പെടുന്നത്. നമ്മളുടെ ചില താല്പര്യങ്ങളും മറ്റു മനുഷ്യരുടെ താല്പര്യങ്ങളും ഒന്നിച്ചു പോകുന്നിടത്താണ് ചിലരെ നമുക്ക് ഇഷ്ടപ്പെടുകയും ചിലരെ ഇഷ്ടപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് മറ്റ് ആൾക്കാരുടെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ആരൊക്കെയാണോ പ്രിയപ്പെട്ടത് അവരൊക്കെ നാളെ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുവാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നാം ഉൾക്കൊള്ളണം. ഇനി അത് മാത്രമല്ല കാരണം, ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതം ശാശ്വതമല്ലല്ലോ, നശ്വരമാണല്ലോ നമ്മളുടെ ജീവിതം. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കാൾ മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയുകയാണെങ്കിലോ? അപ്പോൾ അവരുടെ കൂടെ മരിക്കാനൊന്നും സാധിക്കില്ലല്ലോ, നമുക്ക് പിന്നെയും ജീവിക്കണ്ടേ? അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടാൽ മറ്റു മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വിഷമകരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുകയോ നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കുകയോ ചെയ്യില്ല. എപ്പോഴും ഏത് കാര്യത്തിലും, വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലായാലും ശുഭപ്രതീക്ഷ നല്ലതാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ശുഭമായി മാത്രമേ സംഭവിക്കൂ എന്ന് നാം ചിന്തിക്കരുത്. ഏതൊരു കാര്യത്തിലും എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് ആണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അത്തരം ദുഃഖങ്ങൾ നമുക്കുണ്ടാവില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെ മറ്റു മനുഷ്യരുമായിട്ട് നാം താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. അതും നമുക്ക് ദുഃഖം നൽകുന്നതാണ്. ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിക്കുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നത് അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതൊക്കെ കാണുമ്പോൾ പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും സന്തോഷവാന്മാരാണെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയില്ലേ? എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, നാം അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കും നമ്മളുടേതായ ചില മേന്മകളുണ്ട്. നിങ്ങളെക്കാൾ ഉയർന്ന തരത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നത്. നിങ്ങളെക്കാൾ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും സന്തോഷിക്കാനുള്ള ഒത്തിരി നിറവുകൾ നിങ്ങൾക്കുണ്ട്. നമ്മുടെ കുറവുകളെ പറ്റി മാത്രം ചിന്തിക്കാതെ നമ്മുടെ നിറവുകളെ പറ്റി കൂടി നാം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകില്ല. തെറ്റായിട്ടുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന, താരതമ്യപ്പെടുത്തുന്ന ശീലം രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. മൂന്നാമത്തെ കാരണം പെർഫെക്ഷനിസമാണ്. കാരണം എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് നാം ഒരിക്കലും വാശി പിടിക്കരുത്.
മനുഷ്യന് അതിനുള്ള ശേഷിയില്ല. എപ്പോഴും നാം മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പെർഫെക്ഷൻ ആകണമെങ്കിൽ തന്നെ കുറെ നാള് നമ്മൾ തെറ്റിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമ്മളുടെ ആ പ്രവൃത്തി പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് മാറുക, ഏത് പ്രവൃത്തി ആയാലും. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പരാജയം ഉണ്ടാകാം. ആ പരാജയത്തെ ആസ്വദിക്കുക. പരാജയമാണ് നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതും നമ്മളെ കൂടുതൽ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നതും നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കണം എന്ന് വാശി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്തായാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുന്നത് നമുക്ക് ദുഃഖത്തിലേക്ക് പോകുന്ന അവസ്ഥകളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഒരു കാരണവശാലും നെഗറ്റീവ് തിങ്കിങ്, അത് നമ്മളുടെ ജീവിതത്തിൽ അപകടമാണ്. നമ്മളുടെ ചിന്തകളുടെ പാറ്റേൺ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അവസരങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം നാം തെറ്റായി മാത്രമേ കാണൂ. നമുക്കൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയി പോകും. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം മോശമാണ്, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും ശരിയല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഈ പറഞ്ഞ തരത്തിലുള്ള നിരവധി നെഗറ്റീവ് ചിന്തകൾ വരികയും നമ്മളുടെ മുമ്പിലുള്ള അവസരങ്ങൾ കാണാതെ പോവുകയും നമ്മളൊരു ദുഃഖപുത്രിയായിട്ടോ ദുഃഖത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടോ ഒക്കെ നാം മാറുകയും ജീവിതം കൂടുതൽ നിരാശയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് നാം നിലനിർത്തുക. ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു ഇരവാദം നമ്മളെ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. അവയെ നേരിടാൻ നാം തൻ്റെ ഇടം കാണിക്കുന്നിടത്താണ് നമ്മളുടെ ശരിയായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ ഈ 4 ചിന്തകൾ മാത്രം മതി. പക്ഷേ ഒരു വിഷാദ രോഗം പോലുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ സഹായം തേടുകയാണ് ഉത്തമം. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.